വളരെ പുതിയ മുടിയാണ്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പുതിയ വിവാദം വന്നു കഴിഞ്ഞ് മുടി വന്നു. നേരെ വെച്ചാൽ അവിടെ പാരമ്പര്യമായി നമ്മൾ ക്രിയാവായി പറഞ്ഞു. AP പറയും പോലെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് ആ പാരമ്പര്യമായി കാത്തു സൂക്ഷിച്ചു വരുന്ന മുടിയാണെങ്കിൽ വെല്ലൂരിലെ മുടിയെ പോലെ തന്നെ നമ്മൾ സംശയം ഉന്നയിക്കൂലായിരുന്നു. കാരണം എന്തുകൊണ്ട്? പ്രശ്നം അവിടെ പൂർവ്വകാലത്തെ തർക്കമില്ലാതെ പോരുന്നതാണ്. അങ്ങനെ തർക്കമില്ലാത്തൊരു മുടി പൂർവ്വകാലത്ത് അബുദാബിയിൽ ഇല്ല. അത് പുതിയതായി അദ്ദേഹത്തിന്റെ കൈവശം വന്നു ചേർന്നു. ഈ ഉടനെ തന്നെ വിവാദവും വന്നു. ഇതാണ് അതിന്റെ വസ്തുത. തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. ഇടക്കാലത്ത് ഇതിന് തൊട്ടുമുമ്പ് സുഹൃത്ത് ചോദിച്ചു, മൈക്ക് കിട്ടാത്തത് കൊണ്ടാണ്, എന്താണ് കാരന്തൂർ സമ്മേളനത്തിൽ പറഞ്ഞ സനദിന് കുഴപ്പം എന്ന് ചോദിച്ചു. അതിന്റെ കുഴപ്പം തന്നെയാണ്. കാരന്തൂർ സമ്മേളനത്തിന് ഇതാണ് സനത് എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ പറഞ്ഞ് അംഗീകരിച്ചൊരു സനത്. അതേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രിന്ററും പബ്ലിഷറുമായി കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കാൻ സുന്നി വോയിസിൽ വേറൊരു സനത് പറഞ്ഞു. അതാണ് പ്രശ്നം. അതാണ് ആ പ്രശ്നത്തിലെ സനദിലുള്ള കുഴപ്പം. ആ സനദിലുള്ള ഒന്നാമത്തെ കുഴപ്പം, ഒന്ന്, നേരെ വിരുദ്ധമായി അദ്ദേഹത്തിന്റെ പത്രത്തിൽ തന്നെ വേറൊരു സനത് പറഞ്ഞു. മറ്റു 100 സംശയങ്ങൾ നമുക്ക് തിരിച്ചു വരികയാണ്. കാരണം അദ്ദേഹത്തിന്റെ പിതാവിന്റെ വഴിക്ക് അത് കിട്ടിപ്പോന്നിട്ടില്ല. കൃത്യമായ തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പൊ പറഞ്ഞ വാസ്തവ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് പ്രശ്നം. അത് അവർ സ്ഥിരീകരിക്കേണ്ടതാണ്. അത് സ്ഥിരീകരിക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മൾ കാത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് എന്നാ പറയാനുള്ളത്? ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും ഈ വിഭാഗത്തിലുള്ള ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ സഹോദരന്മാരൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ചോദ്യം മുഴുമിപ്പിച്ചിട്ട് മൈക്ക് എടുത്തോളൂ. അഡ്മിൻസ് ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്ന് ചോദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനൊന്ന് അനുവദിക്കൂ. അപ്പോൾ ബഹുമാനപ്പെട്ട അമ്പലക്കട് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഉസ്താദ് ഇപ്പൊ പറഞ്ഞു അതിന് നൂറ്റാണ്ടുകളുടെ പോയിട്ട് പതിറ്റാണ്ടുകളുടെ ഒരു പഴക്കം പോലും ഇല്ലാത്ത മുടിയാണ് ഖസ്റജിന്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു. ഏതായാലും ഇന്ന് ഉസ്താദും ജീവനോടുണ്ട്, നമ്മൾ ജീവനോടുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ബഹുമാന്യനായ ഖസ്റജി എന്ന് പറയുന്ന മനുഷ്യനും ജീവനോടുണ്ട്. നമുക്ക് ഏതായാലും UAE പോയിട്ട്, UAE എന്ന് പറഞ്ഞാലും അതിവിദൂരമായ സ്ഥലമൊന്നുമല്ലല്ലോ, UAE പോയിട്ട് ഏതായാലും ആ വിഷയത്തിൽ ഒരു പഠനം നടത്താൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ചയ്ക്ക്, ഖസ്റജിയുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാകാൻ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും തയ്യാറാകുമോ എന്നാണ് ഇനി അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും മർക്കസിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി പിന്നെ ആ കാര്യത്തിൽ ചോദിച്ചിട്ട് ഉസ്താദിനോട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഉസ്താദിനോട് ചോദിക്കാനുള്ള ചോദ്യം വളരെ വ്യക്തമാണ്. അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമില്ല, പതിറ്റാണ്ടുകളുടെ പഴക്കം പോലും ഖസ്റജിയുടെ കയ്യിലുള്ള മുടിക്കില്ല എന്ന് പറഞ്ഞ ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, ഇതേ ഉസ്താദ് തന്നെ മുമ്പ് ഖസ്റജിയുടെ കയ്യിലുള്ള മുടി ഒറിജിനൽ മുടിയാണ് എന്ന് ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാണ് ലൈഫായെന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട സ്നേഹമുള്ള സഹോദര, വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഒട്ടും ഒരു ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ്. പറഞ്ഞത് തന്നെ പറയാത്ത കാര്യങ്ങൾ നമ്മൾ ഉസ്താദിന്റെ മേൽ കെട്ടിവെക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്ലിപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ വെറുതെ ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ കയറ്റി കൂട്ടാനുള്ള ഒരു പരിപാടി. ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ ഒരുപാട് ബുസ്സുകൾ അടിച്ചുകൊണ്ട് വൃത്തികെട്ട കളി, ആ കളി നമ്മുടെ അടുത്ത് വേണ്ട. മാത്രമല്ല, നേരത്തെ സുഹൃത്ത് പറയുകയുണ്ടായി വൈലക്സിൽ ഒരു സംവാദം വെക്കാൻ തയ്യാറുണ്ടോന്ന്. ഇത് സംവാദം തന്നെയാണ് സുഹൃത്തെ, ഇത് സംവാദം തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് സനദാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അല്ലാതെ നിങ്ങൾ കുറെ വീമ്പലക്കലുകൾ അല്ലെങ്കിൽ മറ്റു വല്ലതും അല്ല ചോദിക്കുന്നത്. സനദ് മാത്രമാണ്. ഒരു ചെറിയ പേപ്പറിലുള്ളത് വായിക്കാൻ മാത്രമുള്ള സനദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതെ പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ വേറൊരു സംവാദം വേറെ ദിവസം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ജീവനോടെ ഇതാ നിങ്ങൾ പറഞ്ഞ പോലെ ഹമീദ് ഫൈസി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. 150 ഇതിൽ 100 ആളുകളും ഉണ്ട്. നിങ്ങളെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. നിങ്ങളിത് ഒരുപാട് കേട്ട് പഠിച്ചിട്ടാണല്ലോ വരുന്നത് മറ്റേ നമ്മുടെ പേരോട് ഉസ്താദിൻ്റെത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചോദിക്കുകയും ചെയ്യാം, മറുപടി പറയുകയും ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളടുക്ക് ഞങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ, സനദ് എന്താണ്, അത് കൊണ്ടുവരിക. ഒരു കാര്യം തെളിവില്ലാതെ എടുത്തുകൊണ്ടുവന്നിട്ട് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ കെട്ടിവെച്ചുകൊണ്ട് അത് മുക്കി വെള്ളം വെക്കുന്ന, അതിന് ഈ കേരളത്തിൽ പറ്റില്ല. അത് നിങ്ങൾ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യണം. കാരണം സമസ്തയുള്ള കാലത്തോളം നിങ്ങളെ ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടി
ഈ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നടക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യമായിട്ട് ചോദ്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കെടുത്ത് ചോദിക്കുക, അല്ലാതെ ഇതുപോലത്തെ വെല്ലുവിളികളൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം ഇതാണ് സംവാദം. ഈ സംവാദത്തിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള മറുപടി വ്യക്തമല്ലെങ്കിൽ അതിന് വീണ്ടും ചോദിക്കാം, അല്ലാതെ മറ്റു കാര്യങ്ങളില്ല. മൈക്ക് ചാടുന്ന ഒരു കളർ ഐ ഡി ഉണ്ടെന്ന് കരുതി മൈക്ക് ചാടുന്ന സ്വഭാവം ഇവിടെ വേണ്ട. നിങ്ങൾ റൂമിൽ വന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ബൗൺസ് ചെയ്യും. പക്ഷെ ഞങ്ങൾ ആ മാന്യത ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉസ്താദ് മൈക്ക് എടുത്തിട്ട് അതിന് മറുപടി കൊടുക്കുക. ഒറ്റ മിനിറ്റ്, പിന്നെ സുഹൃത്ത് അമീനോട് സ്നേഹ ഇവിടെ ഈ പലതവണ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ കാര്യം വീണ്ടും സുഹൃത്ത് ആവർത്തിക്കരുത് എന്നാണ് സുഹൃത്ത് അമീൻ പറഞ്ഞത്. അമീനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഞാനവിടെ ഖസറജിന്റെ കൈവശം മുടിയുണ്ട് എന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്താണ് അത് പറഞ്ഞത് എന്നും എന്താണ് അതിന്റെ വിശദാംശം എന്നും കറക്റ്റ് ഇവിടെ ഓഡിയൻസിന് ബോധ്യപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം ആവർത്തന വിരസത കൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ ടൈം വിലപ്പെട്ടതല്ലേ. പിന്നൊരു പ്രശ്നം വന്ന് ഈ പറഞ്ഞ പോലെ ബൈലക്ഷനുള്ള സംവാദം നടത്താൻ തയ്യാറുണ്ടോ? അത് ബൈലക്ഷ സംവാദം തന്നെ ഇപ്പൊ നടക്കുന്നത്. അതിരിക്കട്ടെ, ഈ ബൈലക്ഷനുള്ള സംവാദം ഒരുപാട് പരിമിതികളുണ്ടല്ലോ. നമുക്ക് ചോദിക്കാനും പറയാനും കാണാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ആൾക്ക്. ജീവനോടെ നമ്മൾ ആളുകൾക്ക് നടത്താനുള്ള സംവിധാനം ഉണ്ടല്ലോ. നമ്മളതാ പറഞ്ഞത്, നിങ്ങൾ അബുദാബിയിൽ പോകാന്ന് തോന്നുന്നു. അബുദാബി പോകാൻ നമ്മൾ റെഡിയാ. അബുദാബി നല്ല ലോകത്ത് എവിടെ വേണമെങ്കിലും ഈ വിഷയത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി പോകാൻ ഞങ്ങൾ റെഡിയാ. ഇതിനെപ്പറ്റി സംവാദം നടത്താൻ ഞങ്ങൾ റെഡിയാ. പക്ഷെ ഈ ബൈലക്ഷൻ ആണെന്നില്ല, ഒറിജിനൽ സംവാദം കോഴിക്കോടോ പരിസര പ്രദേശങ്ങളോ വെച്ച് നടത്താം. ലൈവായി ലോകത്തെ ആളുകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ 1-2 മണിക്കൂർ ടെലിവിഷൻ ഏതെങ്കിലും ചാനൽ വാടകയ്ക്ക് എടുത്താൽ പോരെ? വൃത്തിയായിട്ട് എല്ലാവർക്കും ഭംഗിയായി നേർക്കുനേരെ കാണാൻ അനുഭവിക്കാലോ. അങ്ങനെ സംവാദം നടത്താൻ, അല്ലെങ്കിൽ അബുദാബിയിൽ പോയിട്ട് തീരുമാനിക്കണം അങ്ങനെ പോകാൻ. ഇതിനെ സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് കാന്തപുരം ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് തയ്യാറാകട്ടെ. അവിടെയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഞാൻ മർക്കസ് കൂട്ടിക്കൊണ്ടുപോവാ അവിടെ ജിഷാൻ പറയുന്നത്, ഇപ്പുറത്ത് നേരെ അവിടെ പ്രസംഗിച്ചാലോ ഒക്കെ ഞാൻ എന്റെ കൂടെ വണ്ടിയിൽ വന്ന ആ മർക്കസ് നമുക്ക് വിശ്വാസമില്ല. കാരണം നാബിദ് ഹുദവി തച്ചണ്ണ ഒരു പാവപ്പെട്ട സുഹൃത്ത് നേരിട്ട് സത്യസന്ധനായ ഏപ്പിന്റെ പ്രധാനപ്പെട്ട ആളുകളുടെ അകമ്പടിയോടുകൂടി നേരത്തെ ഏപ്പിന്റെ സമയം വാങ്ങിയിട്ട് പോയി ചോദിച്ചിട്ട് ആ സനത്, രണ്ടാമത്തിന്റെ സനത് അവിടെ ജനലക്ഷം മുമ്പിൽ വായിച്ചതാണ്, അത് അങ്ങനെ കേട്ടാൽ മതി, ഒന്നാമത്തിന്റെ സനത് ഇതാന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് 3-4 പേര് വായിച്ചിട്ട് ബാക്കി എന്റെ കൈവശം മറച്ചു വെച്ച അങ്ങനെ അതൃപ്തിയോടുകൂടി തിരിച്ചു പോകുന്ന സുഹൃത്തിനെ കുറിച്ച് തൃപ്തനായി സനത് അംഗീകരിച്ച് മടങ്ങിയെന്ന് വ്യാജ പ്രസ്താവന കൊടുത്ത് അത് നെറ്റിലൂടെ ജനകോടികളെ വഞ്ചിച്ച, ഈ കുപ്രചരണം ഇല്ലാത്ത പ്രചരണം നടത്തി ചതിച്ച ഈ കാന്തപുരം വിഭാഗത്തിനെ മർക്കസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ ഈ വിഷയത്തിൽ നടക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ സംവാദമാണോ? ഏതർത്ഥത്തിൽ അബുദാബിയിൽ പോകണമെങ്കിൽ പോകാലോ. അതിന് ചർച്ച നടത്തേണ്ട ആദ്യം. അബുദാബി പോകണമെങ്കിലല്ലേ പോകണ്ടുള്ളൂ. ചിലപ്പോൾ എപിന്റെ തന്നെ തീർന്നാലോ. ഇനി എപിക്ക് ഈ വിഷയത്തിൽ മടിയുണ്ടെങ്കിൽ ഞങ്ങൾ വാശി പിടിക്കുന്നില്ല, എപി വേണമെന്ന് വാശി പിടിക്കുന്നില്ല. പേരോട് മൂപ്പരെന്തായാലും എപിന്റെ കഥകളിൽ എത്തിയിട്ടില്ലല്ലോ. ആ മൂപ്പര് രംഗത്ത് വരട്ടെ. ഇനി അതുമില്ലെങ്കിൽ എപിന്റെ ജനറൽ മാനേജറുണ്ട്, അദ്ദേഹത്തിന്റെ പുതിയാപ്പിളയാണ് ശ്രീ മുഹമ്മദ് ഫൈസിണ്ട്, മാന്യനാണ് അദ്ദേഹം കാരദൂർ മർക്കസ്. അങ്ങനെ ആരെങ്കിലും മാന്യന്മാരെ 1-2 ആളുകൾ കിട്ടിയാൽ മതി. ഫേസ് ടു ഫേസ് നമുക്കൊരു ചർച്ച നടത്താം. പരസ്യമായി നടത്താൻ മടിയുണ്ടെങ്കിൽ രഹസ്യമായിട്ട് മതി. അല്ല, പരസ്യമായിട്ട് നടത്താൻ താല്പര്യം പരസ്യമായി നടത്താം. എന്നിട്ട് ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനം ഉണ്ടാക്കിയ വിഷയത്തിൽ ഏതാണ് സത്യം നമുക്ക് ബോധ്യപ്പെടട്ടെ. അങ്ങനെ സംവാദത്തിന് കാരന്തൂർ കൂട്ടിക്കൊണ്ടാ സ്വകാര്യം ആ കാറിൽ പോരാൻ ആ പരിപാടിയോട് വെച്ചിട്ട് മാന്യന്മാരായ മധ്യസ്ഥന്മാര് ഞങ്ങൾ ആളെന്നാണെന്നില്ല. എപിന്റെ ആൾക്കാരിൽ ഒരുപാട് വിശ്വസ്തര ആളുകൾക്ക് നമുക്കുണ്ട്. ഇപ്പൊ നേരത്തെ നമുക്കറിയാം അപ്പോളോ മൂസാജി നല്ല മനുഷ്യനാ, ഇപ്പൊ ഈ തവണ ഐക്യർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ആള്. അവസാനം കാന്തപുരം പറഞ്ഞു ഇല്ല ലയനത്തിനില്ല, അതൊക്കെ സഹകരിച്ചു പോകാനുള്ള ഐക്യം അങ്ങനെ പൊളിച്ച ഫലത്തിലുള്ളത്. എന്നാലും സംസ്ഥ പിന്തിരിഞ്ഞിട്ടില്ല. അതുപോലെ ഇപ്പൊ വേറെ ഉത്തരവാദപ്പെട്ട ഞാൻ ഈ കാന്തപുരത്തും ബന്ധപ്പെട്ട ഇടയിൽ നിന്ന് മധ്യസ്ഥനായ തങ്ങളുണ്ട്. അവരൊക്കെ നല്ലവരായ എപിക്കാരാണെങ്കിൽ അവരൊക്കെ എപി സത്യമെന്ന് വിചാരിച്ചാൽ കൂടിയ ആൾക്കാരാ, അവർക്ക് ഉള്ളിൽ സത്യമുണ്ട്. അങ്ങനത്തെ സാക്ഷാൽ എപിന്റെ ആളുകൾ തന്നെ ആയിക്കോട്ടെ മധ്യസ്ഥന്മാരുടെ മുമ്പിൽ വെച്ച് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ നിങ്ങൾ തയ്യാറാകാതെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന യാതൊരു പ്രസക്തിയില്ല. ഏത് തരത്തിലുള്ള ചർച്ചക്കും സംവാദത്തിനും ഞങ്ങൾ റെഡി. പക്ഷെ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിന് സജ്ജമാകണം. നിങ്ങൾ ഗൾഫിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അതിന് ഉണ്ടോ ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. മധ്യസ്ഥന്മാർ മുഖേന ഗൾഫൊക്കെ ഒന്നല്ല, സാക്ഷാൽ എപിയിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാലം സജ്ജമായിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നതിന് പകരം കാരന്തൂർ മർക്കസിലേക്ക് വിളിക്കണം എപിനെ നേരിട്ട് ഫോൺ കിട്ടുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട നിങ്ങളുടെ നേതാക്കന്മാർ മുഖേന ബന്ധപ്പെട്ട് നമുക്ക് എന്തുകൊണ്ട് സംവാദത്തിന് തയ്യാറായിക്കൂടാ, ചർച്ചയ്ക്ക് തയ്യാറായിക്കൂടാ, ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുക. എന്നിട്ട് അതിന്റെ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് വരട്ടെ. ഉടനെ കാര്യങ്ങൾ നടക്കും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബഹുമാനിനെ അമ്പലക്കട ഉസ്താദ് ഒന്ന് അഡ്മിൻസിനോട് ഒന്ന് പറയും, ഒന്ന് ചോദ്യം മുഴുമിപ്പിക്കാനുള്ള ഒരു അവസരം ഉസ്താദ് ഒന്ന് വാങ്ങിത്തരണം. അഡ്മിൻസിനോട് ഒന്ന് ചോദ്യം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉസ്താദ് ബന്ധപ്പെട്ടിട്ട് ഒന്ന് പറയണം. ഇപ്പോഴും തൊട്ട് മുമ്പ് സംസാരിച്ചപ്പോഴും പിന്നെ ബൗൺസ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഏതായാലും ഉസ്താദിനോട് പറയാനുള്ളത്, ഉസ്താദ് തന്നെ പിന്നെ
പിന്നെ മർക്കസിൽ പോയ ആബിദ് ഹുദവി അദ്ദേഹം മർക്കസിൽ പോയിരുന്നു എന്നും അതിനുശേഷം ആ ആബിദ് ഹുദവിയുമായിട്ട് നേരിട്ട് സംസാരിച്ചതിന്റെ ഉത്തമ ബോധ്യത്തിൽ തന്നെ പിന്നെ ഉസ്താദിനോട് എല്ലാ ബഹുമാനവും വെച്ച് കൊണ്ട് തന്നെ ഉസ്താദിനോട് പറയാനുള്ളത്, ആബിദ് ഹുദവിയോട് ഞാൻ സംസാരിച്ച അവസാന സമയത്ത് അദ്ദേഹവുമായി സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം, ഏറ്റവും ചുരുങ്ങിയത് SKSSFന്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ എങ്കിലും മർക്കസിലേക്ക് കൂട്ടിവരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഹുദവി പറഞ്ഞ മറുപടി അന്ന്, എന്തിനാണ് ചെറിയ ആളാക്കുന്ന, വലിയ ആളെ തന്നെ കൂട്ടിയിട്ട് വരാൻ തയ്യാറുണ്ട് എന്നാണ് ഹുദവി അന്ന് തന്ന മറുപടി. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൊബൈൽ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ്, അദ്ദേഹത്തെ കാണാനില്ല. രണ്ടാമത്തത്, ഉസ്താദുമായി ഞാൻ ചോദിച്ചു, ഒന്നുകിൽ നേരത്തെ നമ്മുടെ സുഹൃത്ത് നസീർ മുതുകുറ്റി ഉസ്താദുമായി നേരത്തെ പിന്നെ ഇവിടെ മൈക്കെടുത്ത സമയത്ത് ചോദിച്ചു, ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു ബൈലക്സിലെങ്കിലും എന്തിനാ ഒരു രഹസ്യമായ ചർച്ചയാക്കണ്ട, പരസ്യമായ ചർച്ച തന്നെ നമുക്ക് നടത്തിക്കൂടെ? അതിന് നിങ്ങൾ തയ്യാറില്ല. പിന്നെ നിങ്ങളോട് നേരത്തെ ഉസ്താദിനോട് തൊട്ട് മുമ്പ് ചോദിച്ചൊരു ചോദ്യത്തിന് ഉസ്താദ് മറുപടി തന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, ഈ കേരളത്തിൽ ഇന്ന് നടക്കുന്ന വിവാദം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ ആ ഷെയർ മുബാറക്ക് കിട്ടുന്നതിന് മുമ്പ് ഖസ്റജിന്റെ കയ്യിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് മുഹമ്മദ് ബിൻ ഖസ്റജിന്റെ കയ്യിലുള്ള ഷെയർ അത് ദുർബലമാണ്, അത് ശരിയായ ഷെയർ അല്ല എന്ന് ആരാണ്, ലോകത്ത് ഏത് പണ്ഡിതനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഉസ്താദ് തെളിയിക്കണം. അത് വെറുതെ ഉസ്താദ് ഒന്ന് പറഞ്ഞു പോയാൽ പറ്റൂലേ? ഉസ്താദ് ആധികാരികമായിട്ട് ഹലോ, പറഞ്ഞത് ഇതിന് മറുപടിയല്ല നേരത്തെ ഉസ്താദ് പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഇത് ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം എടുക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഈ ഹസ്രജിന്റെ കയ്യിൽ മുമ്പ് ഒരു മുടി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അടുത്ത ദിവസം 2-3 വർഷങ്ങളായി വന്ന ഒരു മുടിയാണ്. ആ മുടിയെ കുറിച്ച് അങ്ങനെ ഒരു സംശയം ഉദിക്കാൻ, അത് പുതിയൊരു മുടിയാണ്, പഴയൊരു മുടി ഉണ്ടെങ്കിലേ സംശയം ഉദിക്കുന്നത്. അത് ബിസിനസ് ആക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് ഈ മുടിയെ കുറിച്ച് അത് അവിടുന്ന് ഇങ്ങോട്ട് കൊടുന്നോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അമ്പലക്കടവ്. അവിടെ നോക്കുമ്പോൾ അവിടെ വേറൊരു കെട്ടിയിരിക്കുന്നത്. അപ്പോഴാണ് സംശയങ്ങൾ വരുന്നത്. അല്ലാതെ ഇത് വെറുതെ ഞങ്ങൾ കുത്തിപ്പൊക്കി സംശയമാക്കുന്നതല്ല. നിങ്ങൾ ഈ പൊട്ടം കളിപ്പിക്കല ആൾക്കാരെ നേരിട്ടിട്ട് വേണമെങ്കിൽ ചാനലിൽ കൂടെ നേരിട്ട് സംവാദം ചെയ്യാൻ തയ്യാറാണെന്നാണ് ഇവർ പറയുന്നത്. അതല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേജ് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരുന്നു, അല്ലാതെ കുറെ കള്ളക്ലിപ്പുകൾ കൊടുത്തിട്ട് അങ്ങനെയല്ല സംവാദം നടത്തുക. സംവാദം നടത്തേണ്ടത് ശരിക്കും മുഖത്ത് നോക്കിയിട്ട് നുണ പറയാൻ പറ്റില്ല. കാരണം ഈമാനുള്ള മുഖത്ത് നോക്കി നിങ്ങൾക്ക് നുണ പറയാൻ പറ്റില്ല. ആളില്ലാത്തപ്പോ അവിടെ ഇവിടെ വെച്ചുകൊണ്ട് കള്ളക്ലിപ്പും കള്ള വീഡിയോ ടൈപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. നേരിട്ട് ചോദിക്കാൻ തയ്യാറുണ്ടോ? അതിനുണ്ടെങ്കിൽ പറയാം. അല്ലാതെ ബൈലക്സിലും ഫോണിലല്ല, അവിടെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോലുമല്ല. പരസ്യമായിട്ട് നേരത്തെ ഉസ്താദ് വെല്ലുവിളിച്ച പോലെ പരസ്യമായിട്ട്, അതല്ലെങ്കിൽ ചാനലിൽ വെച്ച് ഡയറക്റ്റ് ജനലക്ഷങ്ങൾ കാണട്ടെ. അതിന് തയ്യാറുണ്ടെങ്കിൽ അത് ഉണ്ട് ഇല്ല എന്ന് മാത്രം ഇനി മറുപടി പറയാൻ വേണ്ടി എടുത്താൽ മതി. അല്ലാതെ നിങ്ങളുടെ വിഴുപ്പലക്ക് കേൾക്കാൻ ഇവിടെ ജനങ്ങൾക്ക് താല്പര്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാക്കിയുള്ളവർക്ക് ചോദിക്കാം. സഹോദരൻ അമീനെ വിഴുപ്പിട അലക്കുന്നില്ല. നിങ്ങൾക്ക് ചോദ്യത്തിന്റെ മറുപടി ഇല്ലെങ്കിൽ അത് വിഴുപ്പലക്കലായിട്ട് തോന്നും. ചോദ്യത്തിന്റെ സംസാരിക്കുമ്പോൾ സംവാദം എന്ന് പറഞ്ഞിട്ട് അമീൻ പറഞ്ഞ പച്ചക്കള്ളം തന്നെയാണല്ലോ. പിന്നെ എനിക്ക് ചോദിക്കാണ്, കേൾക്കണ്ടല്ലോ, നേരത്തെ കേട്ടില്ല, അതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് അവർക്കുള്ള മറുപടി വ്യക്തമായി തന്നെ കൊടുത്തതിന് ശേഷമാണ് അവർ വീണ്ടും വെറുതെ ഒരു വിഡിത്തം വിളമ്പുന്നത്. സുഹൃത്തുക്കളെ, വെറുതെ അതിനെ കുറിച്ച് ചോദിക്കല്ല. അതിനെക്കുറിച്ച് ഉസ്താദ് 3 പ്രാവശ്യം എന്തോ ആവർത്തിച്ച് മറുപടി പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യാനാണ്? ഇവിടെ ഇരുന്ന് അധികം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതാണ്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കല്ലേ? വേറെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. മുടിന്റെ കാര്യത്തിൽ, ഈ കാര്യത്തിൽ തന്നെ വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉസ്താദ് രാത്രി വളരെയധികം. ഹലോ, നിങ്ങൾ അങ്ങോട്ട് വരണ്ടട്ടോ, നിങ്ങളെ വെള്ളം കുടിക്കുകയും വേണ്ട. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കൾ ഡോട്ട് അല്ലേ പ്ലീസ്. എന്റെ ഡൗട്ട്, ക്ഷമിക്കുക, മൈക്ക് ഡിസ് ആയതാണ്. ഇപ്പോ ഉസ്താദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകള് മർക്കസില് വെള്ളം വിറ്റിട്ട് കാശ് ഉണ്ടാക്കി എന്ന്